നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യേശുവിൻ്റെ സ്വർഗാരോഹണം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 46 മുതൽ അവസാനം വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. പിന്നെ അവൻ അവരോട്, ഇതാകുന്നു നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവൃത്തിയാകണം എന്നുള്ളത് തന്നെയെന്ന് പറഞ്ഞു. തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും 3-ാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരൂശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. ഇതിന് നിങ്ങൾ സാക്ഷികളാകുന്നു. എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ എന്നവരോട് പറഞ്ഞു. അനന്തരം അവനവരെ ബേഥാന്യോളം കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. അവരെ അനുഗ്രഹിക്കയിൽ അവനവരെ വിട്ടുപിരിഞ്ഞ് സ്വർഗാരോഹണം ചെയ്തു. അവർ അവനെ നമസ്കരിച്ചു മഹാസന്തോഷത്തോടെ യെരൂശലേമിലേക്ക് മടങ്ങിച്ചെന്നു. എല്ലായ്പ്പോഴും ദേവാലയത്തിൽ ഇരുന്ന് ദൈവത്തെ വാഴ്ത്തിപ്പോന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ഇതിനോടകം അവർക്ക് മനസ്സിലായി. അത് സംബന്ധിച്ചുള്ള സംശയങ്ങൾ യേശു വചനത്തിൽ നിന്ന് ദൂരീകരിച്ചു. ഇപ്പോൾ യേശുവിൻ്റെ സ്വർഗാരോഹണം അവർ കാണുകയാണ്. ഈ അധ്യായം പഠിച്ചാൽ തുറക്കപ്പെട്ട കുറേ കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒന്നാമതായിട്ട് യേശുവിൻ്റെ കല്ലറ തുറക്കപ്പെട്ടു. ലോകത്തിലെ സകല മനുഷ്യൻ്റെയും കല്ലറകൾ അടഞ്ഞുകിടക്കുമ്പോൾ യേശുവിൻ്റെ കല്ലറ തുറക്കപ്പെട്ടു. എന്തിന്? യേശു ആ കല്ലറയിൽ ഇല്ല. താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റുവെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ആ കല്ലറ തുറക്കപ്പെട്ടത്. യേശു പറഞ്ഞു, യോനയുടെ അടയാളമല്ല നിങ്ങൾക്ക് ലഭിക്കയില്ല. യോന കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നതുപോലെ മനുഷ്യപുത്രനും 3 രാവും 3 പകലും ഭൂമിക്കുള്ളിലായിരിക്കും. അതിനുശേഷം ഞാൻ പുറത്തേക്ക് വരും. യേശു സ്വർഗത്തു നിന്ന് ഭൂമിയിലേക്ക് വരും എന്ന് പറഞ്ഞത് നിവർത്തിക്കപ്പെട്ടു. യേശു കല്ലറയിൽ നിന്ന് പുറത്തേക്ക് വരുമെന്ന് പറഞ്ഞത് നിവർത്തിക്കപ്പെട്ടു. യേശു വീണ്ടും സ്വർഗം തുറന്ന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. അത് നിവർത്തിക്കപ്പെട്ടു. വീണ്ടും സ്വർഗം തുറന്ന് ഒരിക്കലവൻ ഈ ഭൂമിയിലേക്ക് ദൈവരാജ്യം സ്ഥാപിക്കാൻ വരും. അതും നിറവേറ്റപ്പെടും. അപ്പോൾ ഒന്നാമത് കല്ലറ തുറന്നു. പിന്നീട് ദൈവവചനം എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് വേണ്ടി കർത്താവ് തുറക്കുകയാണ്. അവർക്കത് വാസ്തവത്തിൽ മുദ്രയിട്ടതായിരുന്നു, അടയ്ക്കപ്പെട്ടതായിരുന്നു. അതിലെ സത്യങ്ങളൊന്നും അവർക്ക് വെളിവായിരുന്നില്ല. അതിൻ്റെ പൊരുളൊന്നും അവർക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവരാകെ അന്ധകാരത്തിലായിപ്പോയിരുന്നു. പക്ഷേ കർത്താവ് അവർക്ക് വേണ്ടി ദൈവവചനം തുറന്നു. അതിലെ സത്യങ്ങൾ അവരെ പഠിപ്പിച്ചു. അപ്പോൾ അവരുടെ കണ്ണ് തുറക്കാനിടയായി. അവർ യേശുവിനെ കാണാനിടയായി. ദൈവം അവരുടെ ബുദ്ധിയെ തുറന്നു എന്ന് നാം ഇന്ന് വായിച്ചു. പിന്നീട് അവർ തങ്ങളുടെ വീട് കർത്താവിനായിട്ട് തുറന്നു. അവസാനം സ്വർഗം തുറന്നത് അവർ കാണുകയാണ്. അങ്ങനെ തുറക്കപ്പെട്ട അനേക കാര്യങ്ങളുടെ ഒരധ്യായമാണ് ലൂക്കോസിന് സുവിശേഷം 24-ാം അധ്യായം. തൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് സംശയം ഉണ്ടായിരുന്ന ശിഷ്യന്മാരോട് യേശു പറയുകയാണ്, മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഞാൻ കഷ്ടം അനുഭവിക്കുകയും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും മാത്രമല്ല എൻ്റെ നാമത്തിൽ യെരൂശലേമിൽ തുടങ്ങി സകല ജാതികളിലും സുവിശേഷം പ്രസംഗിക്കുകയും വേണം എന്നാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രസംഗത്തിന് അല്ലെങ്കിൽ എൻ്റെ മരണത്തിന് ഉയർപ്പിന് നിങ്ങൾ സാക്ഷികളാണ്. നിങ്ങൾ വേണം എൻ്റെ സാക്ഷികളാകാൻ. നിങ്ങൾ ഇപ്പോൾ ഭീരുക്കളാണ്, നിരാശ ഉള്ളവരാണ്. എന്നാൽ അതൊക്കെ മാറും. യേശു താമസിയാതെ സ്വർഗാരോഹണം ചെയ്യാൻ പോകുകയാണ്. അത് അവർ കാണാൻ പോവുകയാണ്. യേശു പറഞ്ഞത്, ഞാൻ സ്വർഗത്തിൽ പിതാവിൻ്റെ അടുക്കൽ ചെന്നിട്ട് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തതുപോലെ പരിശുദ്ധാത്മാവിനെ അയച്ചു തരും.
മറ്റൊരു കാര്യസ്ഥനായ, എനിക്ക് തുല്യനായ പരിശുദ്ധാത്മാവാൻ ദൈവം ഭൂമിയിലേക്ക് വരും. പിതാവായ ദൈവം സീനായ് മലയിൽ വെളിപ്പെട്ടപ്പോൾ വലിയ കുരുരുട്ടും കാഹളനാദവും മിന്നലും ഭൂമികുലുക്കവും എല്ലാം ഉണ്ടായി. അതുപോലെ പുത്രൻ തമ്പുരാൻ കാൽവറിയിൽ രക്ഷാമാർഗം ഒരുക്കിയപ്പോൾ ഭൂമി കുലുങ്ങി, പാറ പിളർന്നു, കല്ലറകൾ തുറന്നു. അതുപോലെ പരിശുദ്ധാത്മാവാൻ ദൈവം ഭൂമിയിലേക്ക്, അല്ലെങ്കിൽ തന്നെ വിശ്വസിച്ച ശിഷ്യന്മാർ പാർത്ത ആ മാളിക മുറിയിലേക്ക് വന്ന സമയത്ത് അഗ്നിജ്വാല പോലെ പിറന്ന നാവുകൾ പ്രത്യക്ഷമായി, കൊടിയ കാറ്റടിക്കുന്നത് പോലെ മുഴക്കമുണ്ടാകാനിടയായി. അവർക്ക് ഭാഷാവരം, വ്യത്യസ്ത ഭാഷകൾ പറയാനുള്ള ആ വരം ലഭിക്കാനിടയായി. ആ ഭാഷകളിൽ അവർ സുവിശേഷം പറയാനിടയായി. പത്രോസിന്റെ പേടിയൊക്കെ മാറി അദ്ദേഹം യേശുവിൻ്റെ സുവിശേഷം മാതൃഭാഷയിൽ പറയാനിടയായി. ആളുകൾ മനസാന്തരപ്പെട്ട് സ്നാനപ്പെടുവാൻ തയ്യാറായി. ഇതാണ് യേശു പറഞ്ഞത്, നിങ്ങൾ യെരൂശലേമിൽ തുടങ്ങി സകല ജാതികളിലും ഈ സുവിശേഷം നിങ്ങൾ അറിയിക്കണം, നിങ്ങൾ എൻ്റെ സാക്ഷികളാകണം. ഇത് പറഞ്ഞിട്ട് യേശു തൻ്റെ ശിഷ്യന്മാരെ ഒരു മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വെച്ച് അവരെ അനുഗ്രഹിച്ച ശേഷം സ്വർഗത്തിലേക്ക് ഉയരുകയാണ്. അവർ നോക്കി നിൽക്കെ അവൻ്റെ കാലുകൾ വന്നം ഉയർന്നു. അവരിങ്ങനെ ഇമവെട്ടാതെ നോക്കിക്കൊണ്ടിരുന്നു. അവസാനം അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. യേശു സ്വർഗം തുറന്ന് പിതാവിൻ്റെ അടുത്തേക്ക് പോയി. ഇതിൽ നിന്ന് അവർക്കൊരു കാര്യം മനസ്സിലായി, അവർ മരിച്ചാൽ, അല്ലെങ്കിൽ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചവർ മരിച്ചാൽ ഉയർത്തെഴുന്നേൽക്കും. അങ്ങനെയുള്ള ആളുകളുടെ ആത്മാക്കൾ സ്വർഗത്തിലേക്ക് ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകുവാൻ ഇടയായിത്തീരും. ആ വലിയ ആ തിരിച്ചറിവ് അവർക്കുണ്ടാകാനിടയായി. മഹാസന്തോഷത്തോടെ അവർ നഗരത്തിലേക്ക്, യെരൂശലേമിലേക്ക് വന്ന് പരിശുദ്ധാത്മാവിൻ്റെ വരവിനായിട്ട് കാത്തിരിക്കാനിടയായി. പരിശുദ്ധാത്മാവ് വന്ന് അവർക്ക് ബലം നൽകി, ശക്തി നൽകി കഴിയുമ്പോൾ അവർ യേശുവിൻ്റെ സാക്ഷ്യം വഹിക്കണം, സുവിശേഷം അറിയിക്കാൻ പോകണം. ആ സന്തോഷത്തിലാണ് അവർ മഹാസന്തോഷത്തോടെ യെരൂശലേമിലേക്ക് മടങ്ങുവാൻ ഇടയായത്. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ ദൈവം പാപികളായ നമ്മെ രക്ഷിക്കുവാൻ, പാപികളുടെ നരകശിക്ഷ നമുക്ക് പകരം അനുഭവിച്ച രക്ഷാമാർഗം ഒരുക്കുവാൻ പ്രവചനപ്രകാരം ഭൂമിയിലേക്ക് വന്നു. പ്രവചനപ്രകാരം നമ്മുടെ നരകശിക്ഷയേറ്റ് കുരിശിൽ യാഗമായി അടക്കപ്പെട്ടു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. കല്ലറ ഇന്നും തുറന്നു കിടക്കുന്നു. ശിഷ്യന്മാർ കാണെ യേശു സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. സ്വർഗം തുറന്ന് പിതാവ് യേശുവിനെ സ്വീകരിച്ചു. നമ്മുടെ കടമയാണ് ഈ വളരെ സ്ഫടികസ്ഫുടമായി ദൈവത്വം തെളിയിച്ച, താനാണ് ജീവൻ, വഴി, സത്യം എന്ന് തെളിയിച്ച യേശുവിനെ പ്രസംഗിക്കേണ്ടത്, യേശുവിൻ്റെ സാക്ഷ്യം വഹിക്കേണ്ടത് നമ്മുടെ കടമയാണ്. നമ്മൾ യേശുവിനെ വിശ്വസിച്ച് പാട്ടും പാടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ പോരാ, നമ്മളാണ് ഈ കാര്യം അറിയിക്കേണ്ടത്. യേശുവിനെ കൈക്കൊണ്ട ആളുകൾ ശിഷ്യരാകണം, അല്ലാതെ വെറും വിശ്വാസികളായാൽ പോരാ. അവർ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണം, അവർ ചുമതല ഏറ്റെടുക്കണം. അവർ യേശുവിൻ്റെ സുവിശേഷ പ്രചരണത്തിനു വേണ്ടി തങ്ങളുടെ സമയവും കഴിവും ധനവും ആരോഗ്യവും ഒക്കെ ചെലവഴിക്കാൻ തയ്യാറാകണം. അങ്ങനെയാണ് ലോകം മുഴുവൻ ഇപ്പോൾ സുവിശേഷം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറെ താമസിയാതെ കർത്താവ് പറഞ്ഞതുപോലെ അവിടുന്ന് മടങ്ങി വരും, ദൈവരാജ്യം സ്ഥാപിക്കും. അതുവരെ കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കുവാൻ, ആളുകളെ ഈ സത്യം അറിയിക്കുവാൻ ദൈവം നമ്മെ ഒരുക്കട്ടെ, സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.